ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. ഇന്ന് നമ്മൾ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചില ആളുകൾക്ക് കൺഫ്യൂഷനാണ് ഒരാൾക്ക് നമ്മളുടെ അളവിനനുസരിച്ച് എത്ര തുണി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് പ്ലീറ്റഡ് സ്കേർട്ടിന് ഫാബ്രിക്കിൻ്റെ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതല്ലാതെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു എത്രയെങ്കിലും മീറ്റർ, ഒരു 3 മീറ്റർ 4 മീറ്റർ തുണിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്കൊരു സ്കേർട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്ലീറ്റിൻ്റെ ഇഞ്ചസും അതുപോലെ പ്ലീറ്റ് എത്ര ഉള്ളിലേക്ക് കൊടുത്താലാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയാണ് ഒരു പ്ലീറ്റഡ് സ്കേർട്ടിന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ് ആവശ്യം. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഈ ഒരു സ്കേർട്ട് ഇടാൻ പോകുന്നത് അവിടുത്തെ അരവണ്ണത്തിനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് 29 ഇഞ്ച് വേസ്റ്റ് റൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കേർട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു 3 ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 3 ഇഞ്ച് ലൂസ് തന്നെ എല്ലാവർക്കും കൊടുത്താൽ മതിയാകും. ഇനി ഒരുപാട് ലൂസ് വേണം, അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി വയറൊക്കെ കൂടുതലുണ്ട്, അങ്ങനെയൊക്കെ ഹിപ്പ് ഏരിയയൊക്കെ കൂടുതലുണ്ട് എന്നുള്ളവർക്ക് മാത്രം നിങ്ങൾക്കൊരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ലൂസ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് തന്നെ ലൂസ് മതിയാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫാബ്രിക് വേണമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫാബ്രിക് റിക്വയർഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇൻറ്റു പ്ലീറ്റ്സ് ഇൻടേക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണാവോ എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ്, അതായത് പ്ലീറ്റുകളുടെ എണ്ണം. അപ്പോൾ എത്ര പ്ലീറ്റ് എടുക്കണം എന്നുള്ളത് നമ്മളുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പ്ലീറ്റിൻ്റെ സൈസ്, അതായത് ആ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നതുണ്ടല്ലോ, അതാണ് പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നത്. അപ്പോൾ അത് 1 ഇഞ്ച് മതിയെങ്കിൽ നമുക്ക് 32 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ഒരാൾക്ക് എത്ര പ്ലീറ്റ്സ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ഡിവൈഡ് ബൈ പ്ലീറ്റിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ 32 ഇഞ്ച് വേസ്റ്റ് ഉള്ള ഒരാൾക്ക് 1 ഇഞ്ച് സൈസുള്ള പ്ലീറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 32 പ്ലീറ്റ് കിട്ടും. ഇതേപോലെ തന്നെ ഈ 1 ഇഞ്ചിന് പകരം നിങ്ങൾ 2 ഇഞ്ച് സൈസുള്ള പ്ലീറ്റ്സാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 32/2 ചെയ്താൽ 16 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മളത് ആദ്യം ഡിസൈഡ് ചെയ്യണം. ഫ്രണ്ടിൽ കാണുന്ന പ്ലീറ്റിൻ്റെ സൈസ് ഉണ്ടല്ലോ, അത് 1/2 ഇഞ്ചാവാം, 1 ഇഞ്ചാവാം, 1.5 ഇഞ്ചാവാം, 2 ഇഞ്ചാവാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരുപോലെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മളുടെ പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഈ ഒരു ഭാഗമാണ് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എത്ര തുണി അകത്തോട്ട് കൊടുക്കുന്നുണ്ട് അതാണ് പ്ലീറ്റ് ഇൻടേക്ക്. പുറത്ത് കാണുന്ന ആ ഭാഗമാണ് പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 1 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റുകളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 32 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ഒരാൾക്ക് 1 ഇഞ്ച് വീതിയിൽ എത്ര പ്ലീറ്റുകൾ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32/1, അതായത് 32 പ്ലീറ്റ്സുകൾ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളവിടെ 2 ഇഞ്ച് നീളത്തിലുള്ള പ്ലീറ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 32/2, അല്ലെങ്കിൽ 1/2 ഇഞ്ചാണെങ്കിൽ 32/0.5. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പം ഞാനിവിടെ നമ്പർ ഓഫ് പ്ലീറ്റ്സിന് 32 തന്നെ ഇട്ടു. ഇനി അടുത്തൊരു പോയിൻ്റാണ് പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം, ഈ ഒരു പ്ലീറ്റ്സ് ഇൻടേക്ക്, എത്രത്തോളം തുണി നമ്മൾ ഓരോ പ്ലീറ്റിൻ്റെയും താഴേക്ക് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് എത്ര ഫാബ്രിക് വേണമെന്നും അതേപോലെ തന്നെ പ്ലീറ്റ് എത്ര നീറ്റായിട്ട് ഇരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് നമ്മളിപ്പോൾ 1 ഇഞ്ച് പ്ലീറ്റിൻ്റെ താഴേക്ക് 1 ഇഞ്ച് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്ലീറ്റ് ഒട്ടും തന്നെ താഴെ എത്തുന്നവരെ നമുക്കത് വൃത്തിയായിട്ട് ആ ഒരു പ്ലീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയും പറയുകയാണെങ്കിൽ ഒരു 3 to 4 ഇഞ്ചെങ്കിലും നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കണം. അതായത് ഈ ഒരു പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു 3 എങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലീറ്റ് തന്നെ മുകളിൽ നിന്നും താഴെ വരെയും ഒരേപോലെ നിങ്ങൾക്ക് പ്ലീറ്റുകൾ അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അനങ്ങാതെ തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗാൻസ സ്കേർട്ടാണ്. സത്യത്തിൽ അത് 4 ഇഞ്ച് പോലും പോരാ. അത്യാവശ്യം 5 or 6 ഇഞ്ചൊക്കെ ഉള്ളിലോട്ട് കൊടുത്താൽ മാത്രമാണ് അതൊരു വൃത്തിയായിട്ട് താഴെ വരെ നിൽക്കുള്ളൂ. പക്ഷേ കോട്ടൺ ഫാബ്രിക് അല്ലെങ്കിൽ ടിഷ്യൂ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു 4 ഇഞ്ച് കൊടുത്താൽ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് നമുക്ക് 32 എന്ന് കിട്ടി. പ്ലീറ്റ്സ് ഇൻടേക്ക് ഞാൻ 4 എടുത്തു. അപ്പോൾ 32 × 4 ചെയ്യുക. അപ്പോൾ 128 കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ
വേസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള 32 ചേർക്കുമ്പോൾ നമുക്ക് 160 കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകിൽ ഗൂഗിളിൽ ഇട്ടിട്ട് അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കാൽക്കുലേറ്ററിൽ തന്നെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 മീറ്റർ എന്ന് കിട്ടും. ഞാനവിടെ 160 ഇഞ്ചസ് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ 4 മീറ്ററാണ് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തുണി ആവശ്യമുള്ളത്. ഇനി ഒരു 4 ഇഞ്ച് പ്ലീറ്റ്സ് ഇൻടേക്കിന് പകരം നമ്മൾ അവിടെ ഒരു 3 ഇഞ്ചാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതേ ഫോർമുല 32 × 3 ചെയ്യണം ആദ്യം. അപ്പോൾ 32 × 3 ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. അതിൻ്റെ കൂടെ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള 32 നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്ര കിട്ടും? 128 കിട്ടും. ആ 128നെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 3.25 മീറ്ററാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. പ്ലീറ്റ്സ് ഇൻടേക്കിൻ്റെ 4 ഇഞ്ചസ് എന്നുള്ളത് നമ്മൾ 3 ഇഞ്ചസ് എന്നുള്ളത് മാറ്റിയപ്പോഴേക്കും നമുക്ക് 4 മീറ്ററിന് പകരം 3.25 മീറ്റർ ഫാബ്രിക് മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഈ ഫാബ്രിക് എത്ര എടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് കണ്ടുപിടിക്കുക. പ്ലീറ്റിൻ്റെ സൈസും പ്ലീറ്റ് ഇൻടേക്കും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതിനോടൊപ്പം ആഡ് ചെയ്യുക. ഇതാണ് സംഭവം. ഇനി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫാബ്രിക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 3.5 മീറ്റർ ഫാബ്രിക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പ്ലീറ്റിൻ്റെ സൈസും എത്ര പ്ലീറ്റ് ഉള്ളിലേക്ക് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്ലീറ്റിൻ്റെ ഇൻടേക്കാണ്. പ്ലീറ്റിൻ്റെ സൈസ്, അതായത് ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റിൻ്റെ സൈസ് നമുക്ക് എത്ര ഇഞ്ച് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. 1 ഇഞ്ചുള്ളതോ 1.5 ഇഞ്ചുള്ളതോ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എത്ര നമ്പർ ഓഫ് പ്ലീറ്റ്സ് കിട്ടും എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതേപോലെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പ്ലീറ്റിൻ്റെ സൈസ് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ ഒരു 32നെ 1.5 സൈസുള്ള പ്ലീറ്റുകളായിട്ടാണ് തിരിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 21.3 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു 22 പ്ലീറ്റ്സ് എന്ന് കണക്ക് കൂട്ടാം. ഓക്കെ, 21.3 എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിന് 22 കണക്ക് കൂട്ടുന്നു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയും തുണിയിൽ നമുക്ക് എത്ര പ്ലീറ്റ്സിനെ ഉള്ളിലേക്ക് തള്ളി വയ്ക്കാൻ കിട്ടും എന്നുള്ളതാണ്. ഓരോ പ്ലീറ്റിൻ്റെയും താഴേക്ക് തള്ളി വയ്ക്കാൻ, അതാണല്ലോ പ്ലീറ്റ് ഇൻടേക്ക്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എത്ര ഫാബ്രിക് ഉണ്ടോ അതിന്ന് എന്ത് ചെയ്യുക, വേസ്റ്റ് റൗണ്ട് മൈനസ് ചെയ്തിട്ട് നമ്പർ ഓഫ് പ്ലീറ്റ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ 3.5 മീറ്റർ ഫാബ്രിക്കിനെ ഞാൻ എന്താക്കി എഴുതുന്നുണ്ട്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അപ്പോൾ 137. അതൊന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ട് 32 നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇവിടെ 1.5 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റിൻ്റെ സൈസ് എടുക്കുന്നത് കൊണ്ട് 22 ഇഞ്ചാണ് നമുക്ക് വരിക. അപ്പോൾ ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? 4.7 നമുക്ക് ഉള്ളിലേക്ക് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മളുടെ 1.5 ഇഞ്ച് ഈ പുറത്തേക്ക് കാണുന്ന ഭാഗവും ഉള്ളിലേക്ക് 4.7 നമ്മൾ എടുക്കേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അതുകൊണ്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.